പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് റിയാസ് ഒരു പുരുഷ വിരോധിയാണ് എന്ന്. അതായത് പൗരുഷമുള്ള ആൾക്കാരോട്, നല്ല കട്ടി മീശയുള്ള അല്ലെങ്കിൽ താടിയുള്ള നല്ല പൗരുഷമുള്ള ആൾക്കാരോട് റിയാസിന് എല്ലായ്പ്പോഴും ഒരു ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. റിയാസ് പ്രോഗ്രസീവ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് റിയാസിനില്ല. കുറെ ആൾക്കാർ LGBTQ കമ്മ്യൂണിറ്റിയെ കുറിച്ചും ഈവൻ റിയാസിനെ കുറിച്ചും ഒക്കെ മോശമായി പറയുന്നതിനെയൊക്കെ തന്നെ നമ്മളൊക്കെ നിശിതമായിട്ട് എതിർക്കുന്നവരാണ്, വിമർശിക്കുന്നവരാണ്. നമുക്കൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. പക്ഷേ എല്ലാവരോടും പുരോഗമനത്തിന്റെ പാതയിലോട്ട് നടന്നു വരൂ എന്ന് പറയുന്ന റിയാസിന് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. ഇപ്പോൾ കുറെ ആൾക്കാർ സ്ത്രൈണ സ്വഭാവം കാണിക്കുന്നത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, ജനിതകമായ കാരണങ്ങൾ കൊണ്ടോ ഹോർമോണുകളുടെ കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അത് ജന്മനാ തന്നെ പലരും അങ്ങനെയൊക്കെയാണ്. അതിൽ എന്താണ് കുഴപ്പം? അസ്വാഭാവികമായ ഒന്നുമില്ല. അത് സ്വാഭാവികമാണെന്നും അത് നോർമൽ ആണെന്നും സൊസൈറ്റിയെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഈ ഷോയിലൂടെയും ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ റിയാസിനെ പോലുള്ളവർ മറിച്ചൊന്ന് ചിന്തിക്കില്ല. ഇപ്പോൾ ഷാനവാസിനെ പോലെയും അല്ലെങ്കിൽ റോബിനെ പോലെയും ഒക്കെയുള്ള ആൾക്കാരുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പൊട്ടിത്തെറിക്കുന്നവർ, അല്ലെങ്കിൽ കൂടുതൽ പൗരുഷം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്മാരും കൂടെ ഉൾപ്പെടുന്നതാണ് ഈ സമൂഹം. ഇന്നിപ്പോൾ റിയാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഷാനവാസിനെ കൈ കൊടുക്കുകയോ ഹഗ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു റിയാലിറ്റി ഗെയിം ഷോയാണ്. ആ ഗെയിം ഷോയിൽ വെച്ചുണ്ടാവുന്ന തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ അതൊക്കെ നിസ്സാരമായിട്ട് കാണാനുള്ള ഒരു വകതിരിവ് ആ പയ്യൻ ഇപ്പോഴും വന്നിട്ടില്ല, ഈ റിയാസിന്. സീസൺ 4 വരുമ്പോഴും ആ കൊച്ചൻ അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. കാരണം നമ്മുടെ ചിന്താഗതി, വിശാലമായ ചിന്താഗതി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. റിയൽ ലൈഫിൽ ആരും പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ടും ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഉപ്പിന് വേണ്ടിയിട്ടും ഒന്നും അടി ഉണ്ടാക്കാറില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ അതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അതുപോലെ ഇന്നിപ്പോൾ റിയൽ ലൈഫിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഇമാതിരി മുട കാണിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടൽ ജീവനക്കാർ വെറുതെ ഇരിക്കുമെന്ന് റിയാസ് കരുതുന്നുണ്ടോ? റിയാസ് റിയലായിട്ട് നിൽക്കാനായിട്ടാണ് അങ്ങോട്ട് കയറി പോയതെന്ന് എപ്പോഴും പറയും. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് പോയിട്ട് റിയാസ് ഭയങ്കരമായ മുട കാണിച്ചു അല്ലേ? ഏത് ഗസ്റ്റ് മുട കാണിക്കുമ്പോഴാണ് ഇന്ന് ആൾക്കാർ സഹിക്കുന്നത്? തീർച്ചയായിട്ടും മുതലാളിമാർ, ഹോട്ടൽ ഉടമകൾ ചിലപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ടൊക്കെ അങ്ങ് സഹിക്കുമായിരിക്കും. തൊഴിലാളികളെ ഒന്നും അതിന് കിട്ടത്തില്ലെന്നേ, ആ കാലമൊക്കെ പോയി. ഇന്ന് തൊഴിലാളികളടുത്തും മര്യാദയ്ക്ക് പറഞ്ഞാൽ അവരെന്തും ചെയ്തു കൊടുക്കും, അവർ റെസ്പെക്ട് ചെയ്യും. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. ഇവിടെ റിയാസ് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് എന്തെങ്കിലും റെസ്പെക്ട് കൊടുത്തോ? ഇല്ലല്ലോ. റിയാസ് പോയിട്ട് തമ്മി തല്ലിക്കാനും അടി ഉണ്ടാക്കിക്കാനും ഒക്കെയാണ് നോക്കിയത്. ഇപ്പോൾ ആദിലെയും അതുപോലെ ആര്യനെയും എരിവ് കയറ്റി ഉപ്പ് വാരിയിടാനായിട്ട് പാത്രത്തിൽ റിയാസിനുണ്ടായിക്കൊണ്ടിരുന്ന ഫുഡാണ് ഒണിയിൽ. അതിൽ പോയി ഉപ്പ് വാരിയിടാൻ പ്രേരിപ്പിച്ച ആരാണ്? റിയാസാണ്. റിയൽ ലൈഫിൽ ഇങ്ങനെയാണോ ഇയാൾ റിയൽ ലൈഫിൽ ഇങ്ങനെയാണോ നിൽക്കുന്നത്? അല്ല, റിയാസും മറ്റേ റിയാലിറ്റി ഷോയിൽ റിയലായിട്ട് ഉണ്ടാകാനായിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. റിയൽ ലൈഫിൽ ഇയാൾ ഇങ്ങനെയാണോ? വീട്ടിനകത്തുള്ളവരെ തമ്മിലടിപ്പിക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ തമ്മിലടിപ്പിക്കോ? ഇല്ലല്ലോ. ബിഗ് ബോസിനകത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടന്റ് ആയിട്ട് മാറുമെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ഈ പയ്യൻ അതൊക്കെ ചെയ്യുന്നത്. ബിഗ് ബോസിനകത്ത് നമ്മൾ ഒരാൾ പോയിട്ട് മറ്റേ ആളെ പുറത്താക്കാനാണ് നോക്കുന്നത്. നമ്മൾ റിയൽ ലൈഫിൽ ആരെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ നോക്കൂ? നമ്മുടെ സുഹൃത്തുക്കളെ പുറത്താക്കാൻ നോക്കൂ? ഇല്ലല്ലോ. ബിഗ് ബോസിനകത്ത് ഒരു ഗെയിം ഷോ ആണ്. അപ്പൊ അതിനകത്ത് ഓരോ വീക്കിലും 1-2 പേരെയൊക്കെ പുറത്താക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയിൽ നിങ്ങൾ റിയൽ ആയിരിക്കണം, സൊസൈറ്റിയെ നിങ്ങൾ ഉദ്ധരിപ്പിക്കണം, ബോധവൽക്കരിപ്പിക്കണം, ഈ സൊസൈറ്റി തേങ്ങയാണ്, മാങ്ങയാണ്, മാങ്ങത്തൊലിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ആരെയും എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടല്ല പോയിരിക്കുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കിട്ടുന്ന സ്ഥലങ്ങൾ വേറെയുണ്ട്. ബിഗ് ബോസിൽ നിന്ന് നിങ്ങൾ ആരും ഒരു തേങ്ങയും പഠിക്കണ്ട, പഠിക്കാനായിട്ട് ആരും ബിഗ് ബോസ് കാണുക വേണ്ട. അത് 16+ ഷോ ആണ്. ബിഗ് ബോസിൽ നിന്ന് പഠിപ്പിക്കാൻ നടക്കുന്നത്. പിന്നെ അല്ല, ഒരു മര്യാദ വേണ്ടേ? ഈ റിയാസ് ഇന്ന് ഷോയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, എടോ നിങ്ങൾ ഗെയിം കളിക്കാനാണ് പോയത്, നിങ്ങൾ ഗസ്റ്റായിട്ട് പോയി, ശരി, നിങ്ങളും ഷാനവാസും തമ്മിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി, ഓക്കെ, നമ്മളെല്ലാം കണ്ടതാണ്. ഷാനവാസ് നിങ്ങളെ പുറകെ വരുന്നുണ്ട്, അത് അയാളുടെ മര്യാദയാണ്. ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം അയാൾ പുറകെ വരികയാണ്. നിങ്ങൾ ബാക്കി എല്ലാവർക്കും ഷേക്കൻഡ് കൊടുത്തു, എന്നിട്ടും ആ മനുഷ്യൻ പുറകെ വന്നു. ഇപ്പൊ നിങ്ങളുടെ ഷേക്കൻഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു തരം അസൂയയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചൊരുക്ക്, അതാണ് നിങ്ങൾ എപ്പോഴും കാണിക്കുന്നത്. അതായത് നിങ്ങൾ പിടിച്ച മുയലിന് 100 കൊമ്പ് 16 കൊമ്പ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നൊക്കെ മാറണം. ആദ്യം സ്വയം എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കണം. ഇപ്പോൾ ചില വ്യക്തികൾ അവർ ചിലപ്പോൾ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവരായിരിക്കില്ല. അത് അവരുടെ മാത്രം കുറ്റമല്ല. അവരെ നമ്മൾ കുറ്റപ്പെടുത്താം, വെറുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും കാണാറില്ല എന്നൊന്നും വെച്ച് തള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇയാളുടെ ജീവിതത്തിൽ ഇയാളുടെ ചുറ്റിനുമുള്ളവർ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. കാരണം നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് ഫോം ആയിരിക്കുന്നത്. അവിടെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇയാളെ എല്ലാവരും വെറുപ്പിച്ചാൽ അത് ഉണ്ടാവത്തില്ല. എന്തുകൊണ്ടാണ് റിയാസിനെ മാത്രം എല്ലാവരും വിമർശിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം റിയാസിനെ മാത്രം ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്? ഈ പ്രശ്നം നാദിറയുടെ അടുത്ത് ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ. നാദിറയെ എല്ലാവരും സ്വീകരിച്ചല്ലോ സീസൺ 5.
അല്ലെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ LGBT കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്. അവരെയൊക്കെ ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടല്ലോ. ഈവൻ ഈ സീസണിൽ നെവിനെ ആളുകൾ ഈ മറ്റുള്ള മനുഷ്യന്മാരെ നെവിന്റെ ജെൻഡർ നോക്കിയോ സ്ത്രൈണത നോക്കിയോ ഒന്നല്ല, ആ പയ്യനെ ആളുകൾക്ക് ഇഷ്ടമാണ്. നിങ്ങളാണ് ഈ വേർതിരിവുണ്ടാക്കുന്നത്. ഈ കമ്മ്യൂണിറ്റിയൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ വാശി പിടിക്കുകയാണ് മറ്റുള്ളവരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന്. പക്ഷെ നിങ്ങളാരും മറ്റുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നുമില്ല. അത്തരത്തിലുള്ള ഡബിൾ സ്റ്റാൻഡൊക്കെ മാറ്റണം റിയാസെ. ആദ്യം റിയാസ് പ്രോഗ്രസീവ് ആവണം. ഇന്ന് ഷാനവാസിന് ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്താലോ കൈ കൊടുത്താലോ ആകാശമൊന്നും ഇടിയത്തില്ല. അതൊക്കെയാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. മനുഷ്യത്വം, പരസ്പര സ്നേഹവും ഒക്കെ വേണം. ഇപ്പൊ ഷാനവാസ് തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, നിങ്ങൾ അയാൾ ഹേർട്ട് ചെയ്തു എന്നിരിക്കട്ടെ, എന്നാൽ പോലും ഒരു ബേസിക് മര്യാദയാണ് അതൊക്കെ. ഷാനവാസ് എന്തുകൊണ്ടാണ് റിയാസിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഷാനവാസിനെ കൊണ്ട് അയാൾ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അയാളെ കൊണ്ട് അമിതമായിട്ട് പണിയെടുപ്പിക്കാൻ നോക്കി. ഇത് എടുത്തോണ്ടിടും മറ്റേ എടുത്തോണ്ടിടും ഷോ ഇറക്കി രാവിലെ അല്ലേ, അതുകൊണ്ടാണല്ലോ. അപ്പൊ ഈ റിയാസ് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ ക്ലീനിങ് സെഷനിലെ പിള്ളേരെ വിളിച്ചിട്ട് പരസ്പരം ഇപ്പൊ നിങ്ങൾ പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ അടുത്ത് ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പറ, അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്ക്, നിങ്ങൾ കണ്ടം വഴി ഓടിക്കാണിക്ക്, തമ്പാനൂർ 4 റൗണ്ട് ഓടിയിട്ട് വായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തൊഴിലാളി ഇയാൾക്ക് ചെയ്തു തരും. ഇയാൾ ഏത് ഹോട്ടലിൽ പോയിട്ടാണ് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുള്ളത്? റിയൽ ലൈഫിലെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഏത് ഹോട്ടലിൽ പോയി റിയാസ് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്? ഹോട്ടലിലെ ജീവനക്കാർ അവരുടെ ജോലിയെ ചെയ്യൂ. നിങ്ങളുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന എല്ലാത്തിനും തുള്ളേണ്ട കാര്യമൊന്നും അവർക്കില്ല അല്ലേ. അപ്പോഴും അവർക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട്. അപ്പൊ ഇവിടെ റിയാസ് ഇന്നലെ വന്ന് ചെയ്ത എന്താണ്? ഇയാൾ മാന്യമായിട്ടൊരു ഹോട്ടലിൽ പോയി ജീവിക്കുകയാണോ? നിങ്ങൾ അവിടെ ഇന്നലെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവിടെയുള്ള ജീവനക്കാരെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു, അതിനൊക്കെയുള്ള റൈറ്റ്സ് എന്താണ് നിങ്ങൾക്ക്? നിങ്ങൾ റിയൽ ലൈഫിൽ പോയിട്ട് ഹോട്ടലിലുള്ള ജീവനക്കാരുടെ അടുത്ത് വല്ലതും പറഞ്ഞു നോക്ക്, അവന്മാരെ പിടിച്ച് ചുവരിൽ തേക്കില്ലേ? എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, പേഴ്സണൽ സ്പേസ് ഉണ്ട്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്. അവിടെ ഒന്നും കയറി കളിക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ ഇത് ഒരു ഗെയിം ഷോ ആണ് എന്നുണ്ടെങ്കിൽ, അതാണ് റിയാസിന്റെ നിലപാടെങ്കിൽ, ഇറങ്ങിപ്പോകാൻ നേരത്ത് ഷാനവാസിനും കൈ കൊടുത്ത് മാന്യമായിട്ട് പിരിയേണ്ടത് മര്യാദയായിരുന്നു. അതല്ല ഇത് റിയൽ ഷോ ആണെന്നുണ്ടെങ്കിൽ ഇയാളെ സമ്മതിക്കണം, റിയൽ ലൈഫിൽ ഉപ്പിന്റെ പേരിലും പഞ്ചസാരയുടെ പേരിലും അടിയുണ്ടാക്കുന്ന ആളാണ് താനെന്നും, സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റിക്കുന്ന ആളാണ് താനെന്നും, ഒപ്പം മറ്റുള്ളവരുടെ ആഹാരത്തിൽ ഉപ്പ് വാരിയിടുന്ന മണ്ണ് വാരിയിടുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെന്ന് നോക്കുക, നിങ്ങൾ സമ്മതിക്കണം. സീസൺ 4 റോബിന്റെ ചോറ്റുപാത്രത്തിൽ നിങ്ങൾ മറ്റേ റോസാപ്പൂവിന്റെ എതൾ വാരി വിതറിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഇന്നലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ആദിലെ കൊണ്ട് ചെയ്യിപ്പിച്ച് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആ കണ്ടസ്റ്റന്റിനെയും കൂടെ നിങ്ങൾ കൊണ്ട് കുഴി ചാടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വന്ന് ഉപദേശിച്ച് അതിനെ ഒരു വഴിക്കാക്കിയിട്ടാണ് അവിടുന്ന് പോയത്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രോഗ്രസീവാണ്, പ്രോഗ്രസീവ് സമൂഹത്തെ ഉദ്ധരിക്കാൻ വന്നതെന്നാണ്. അങ്ങനെയല്ല. സ്നേഹം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു സമൂഹത്തെ, ഒരു മനുഷ്യനെയൊക്കെ കീഴ്പ്പെടുത്താൻ പറ്റൂ. ധാർഷ്ട്യം കൊണ്ടും അഹങ്കാരം കൊണ്ടൊന്നും അത് നടക്കൂല. അത് നിങ്ങളത് മനസ്സിലാക്കണം. LGBT കമ്മ്യൂണിറ്റിയെ ആളുകൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് റിയാസ് സലീമിനെ കണ്ടിട്ടല്ല, മറിച്ച് ആ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചു വന്ന ഒരുപാട് വേറെ മനുഷ്യന്മാർ ഈ ഷോയിൽ ഉണ്ട്. അവരുടെ കൂടി പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, നാദറയൊക്കെ അങ്ങനെയുള്ളവരാണ്. ഈ സീസണിൽ നൂറയും ആദിലെയും ആളുകൾ അക്സെപ്റ്റ് ചെയ്തത് റിയാസ് സലീം വന്ന് പറഞ്ഞിട്ടല്ല. റിയാസ് സലീം വന്ന് പറഞ്ഞത് ആ പിള്ളേരുടെ ഗെയിം ഇനി എന്താവെന്ന് കണ്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് മനുഷ്യന്മാരെ റെസ്പെക്ട് ചെയ്യാൻ ആദ്യം നിങ്ങൾ പഠിക്കുക. നിങ്ങളൊരു ഹോട്ടലിലേക്കാണ് പോയതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു റെസ്പെക്റ്റും അവിടെയുള്ള തൊഴിലാളികളോട് നിങ്ങൾ കാണിച്ചിട്ടില്ല. നിങ്ങൾ ധാർഷ്ട്യമാണ് കാണിച്ചത്. അവിടെ ആരെങ്കിലും നിങ്ങളെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമായിട്ട് കാണുക. ആക്ച്വലി ഒരു ഗസ്റ്റ് വരുമ്പോൾ റെസ്പെക്ട് വേണം. അതിഥി ദേവോ ഭാവ എന്ന് തന്നെയാണ്. നമ്മുടെ തോളി കയറിയിരുന്ന് ചെവി കടിക്കുന്നവനെ പക്ഷേ എടുത്ത് ഉച്ചിയിൽ വെച്ചാൽ അവൻ പിന്നെ വേണമെങ്കിൽ തലച്ചോറും തിന്നിട്ട് പോകും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ കാണിച്ചത് അമിതമായ പ്രകടനങ്ങളാണ്. അതിൻ്റെ ഒരു ചെറിയൊരു തിരിച്ചടി ഇന്ന് ഷാനവാസിന്റെ അടുത്തുനിന്ന് ഉണ്ടായപ്പോഴേക്കും നിങ്ങളുടെ റിയൽ ക്യാരക്ടർ സീസൺ 4 ആ ഒരു റിയാസ് സലീം പുറത്തു വരുന്നതാണ് നമ്മൾ കണ്ടത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.